എന്റെ നാട്ടിലൊരു സഖാവ് ഇന്ന് ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റാണ്. ചന്ദ്രിക പത്രം പേര് മാറ്റുന്നു. ചന്ദ്രഭൂമി അഥവാ ചന്ദ്രിക പ്ലസ് ജന്മഭൂമി എന്നാകാൻ ആലോചന എന്നിട്ടൊരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. ജന്മഭൂമിയിൽ പാതി ചന്ദ്രിക, കണ്ണൂർ എഡിഷൻ ജന്മഭൂമിയിൽ ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പേജ്, പ്രിന്റിങ്ങിനിടെ പറ്റിയ അബദ്ധമെന്ന് സൂചന എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. അതൊരു സെഗാവാണ്. അപ്പൊ അദ്ദേഹം എന്തായാലും അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അതൊരു അത്ഭുതമാണ്. ഏതായിരുന്നാലും എൻ്റെ നാട്ടിലെ തന്നെ മറ്റൊരാള്, അദ്ദേഹം വലിയ ഒരു ഷജറ എന്നൊക്കെ പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള ലീഗ് വിരുദ്ധനുമാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റും 43 മിനിറ്റ് ആയതിനു ശേഷം ഞാൻ എടുത്തൊരു സ്ക്രീൻഷോട്ടാണ് ഇട്ടത്. ഇതൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അദ്ദേഹം എഴുതിയിട്ടുള്ളത്, സുപ്രഭാതത്തെ സുപ്രഭിമാനി എന്ന് വിളിച്ചു പരിഹസിച്ചവർക്ക് ഇന്നു മുതൽ പുതിയ പേരായി ചന്ദ്രിഭൂമി. അതാണ് അദ്ദേഹം എഴുതിയത്. എന്നിട്ട് റിപ്പോർട്ടറിന്റെ ആ ഒരു പോസ്റ്ററും കൊടുത്തിട്ടുണ്ട്. സെയിം മാറ്റർ, അതേ പോസ്റ്റർ തന്നെയാണ്. ജന്മഭൂമിയിൽ പാതി ചന്ദ്രിക എന്ന് പറഞ്ഞിട്ടുള്ള കണ്ണൂർ എഡിഷൻ ജന്മഭൂമിയിൽ ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പേജ്, ഈ പറഞ്ഞൊരു പോസ്റ്റർ. ഇതൊന്നല്ല ഇതിലെ വലിയ കാര്യം. വേറൊരാളുണ്ട്, നമുക്കൊക്കെ അറിയാവുന്ന ഒരാളാണ്, ഡോക്ടർ KT ജലീൽ MLA. മൂപ്പർക്ക് ഇപ്പൊ ലീഗിനെ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒന്ന് കുത്താൻ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്. മൂപ്പര ഡയലോഗ് മൂപ്പര ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്: പത്രത്തിലും കോലീബി, 2026 ജനുവരി 1 വ്യാഴം, പുതിയ വർഷാരംഭ ദിവസം. അന്നു തന്നെ ജന്മഭൂമി എന്ന RSS അനുകൂല പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജും മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പേജും അച്ചടിച്ചു വന്നപ്പോൾ ഒന്നായത് പ്രസ്സിൽ സംഭവിച്ച അബദ്ധമാണെങ്കിലും അതൊരു പ്രതീകാത്മകതയാണ്. കേരളത്തിൽ കാലങ്ങളായി രൂപപ്പെട്ടിട്ടുള്ള OLB സഖ്യത്തിന്റെ പരസ്യ പ്രഖ്യാപനം, ലീഗും BJPയും ഉള്ളിൽ കൊണ്ടു നടന്ന രഹസ്യ പ്രണയം, നാട്ടുകാരെ അറിയിച്ച അബദ്ധത്തിന് അഭിനന്ദനങ്ങൾ. ഈ പറയുന്ന ഈ വ്യക്തിക്ക് തന്നെ അറിയാം ഇത് പ്രിന്റിങ്ങിന് പറ്റിയിട്ടുള്ള അബദ്ധമാണെന്നുള്ളത്. പക്ഷെ എഴുത്ത് ഇങ്ങനെയാണ്. ഏതായാലും ഇദ്ദേഹവും കൊടുത്തിട്ടുണ്ട് ആ ഒരു ജന്മഭൂമിയിൽ പാതി ചന്ദ്രിക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോസ്റ്റർ ഈ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് PM മനോജ്, CPM-ന്റെ സൈദ്ധാന്തികനായിട്ടുള്ള ദേശാഭിമാനിന്റെ ഒക്കെ നേതാവായിട്ടുള്ള ആളും ഇതേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വായിക്കുന്നില്ല. ഏതായാലും ഇതിന്റെ ഒരു സത്യാവസ്ഥ TNA ഖാദർ എന്ന് പറയുന്ന ലീഗിന്റെ കണ്ണൂരിലെ ഒരു നേതാവ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയത് എങ്ങനെയാണ്: ജന്മഭൂമിയിൽ ബ്രാക്കറ്റിൽ കണ്ണൂർ ചന്ദ്രിക പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജ് വന്നതിലെ വസ്തുത ഇതാണ്. ചന്ദ്രികയും ജന്മഭൂമിയും പ്രിന്റ് ചെയ്യുന്നത് ഒരേ പ്രസ്സിൽ പോലുമല്ല. ചന്ദ്രിക പ്രിന്റ് ചെയ്യുന്നത് ചന്ദ്രിക ബിൽഡിങ്ങിൽ തന്നെയുള്ള പ്രസ്സിലാണ്. ജന്മഭൂമി പ്രിന്റ് ചെയ്യുന്നത് മറ്റൊരു പത്രത്തിന്റെ പ്രസ്സിലും. എന്നാൽ ഈ പത്രങ്ങളുടെയൊക്കെ പ്ലേറ്റ് എടുക്കുന്നത് കണ്ണൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്, ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് പത്രം പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റ് ആവശ്യമാണ്. ഓരോ പേജിന്റെയും പ്ലേറ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ പ്ലേറ്റ് എടുക്കുന്നത് കണ്ണൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നാണ്. അവിടെ നിന്നും ജന്മഭൂമി അടിക്കുന്ന പ്രസ്സിലേക്ക് ചന്ദ്രികയുടെ പേജ് അയച്ചു കൊടുത്തു. അവരത് അടിക്കുകയും ചെയ്തു. ചന്ദ്രികക്ക് ഒരു മനസ്സറിവുമില്ലാത്ത കാര്യമാണിത്. ഇന്നത്തെ ചന്ദ്രിക കൃത്യമായി പ്രിന്റ് ചെയ്തിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ ചന്ദ്രികയെ വലിച്ചിഴക്കേണ്ട ഒരു കാര്യവുമില്ല. TNA ഖാദർ. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്ലേറ്റ് കൊടുത്ത സ്വകാര്യ സ്ഥാപനം ചന്ദ്രികന്റെ എഡിറ്റോറിയൽ പേജ് എന്ത് ചെയ്ത് ജന്മഭൂമിയിലേക്ക് കൊടുത്തയച്ചു. ജന്മഭൂമിക്കാർ അതൊന്നും നോക്കാതെ, എന്താണ് ഏത് പത്രത്തിനാണെന്നൊന്നും അല്ലെങ്കിൽ എന്താ കാര്യം എന്നോ നോക്കാതെ അവരുടെ പത്രത്തിൽ എഡിറ്റോറിയൽ പേജായിട്ട് അത് പ്രിന്റ് ചെയ്തിട്ടു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ചന്ദ്രിക പത്രത്തിൽ ജന്മഭൂമിന്റെ എഡിറ്റോറിയൽ പേജ് ഇട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ചന്ദ്രിക ഇത് യാതൊരു മനസ്സറിവില്ലാത്ത കാര്യമാണ്. ചന്ദ്രികയിൽ അത് വരാത്ത കാര്യമാണ്. ജന്മഭൂമിക്കാർ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു ബാക്കിൽ കൂടെയുള്ള എന്തെങ്കിലും ഒരു പരിപാടി ആണോ എന്ന് നമുക്കറിയാൻ പറ്റൂല. കാരണം ലീഗിനൊന്ന് തേജോവധം ചെയ്യാനോ അല്ലെങ്കിൽ ലീഗിനൊന്ന് ആക്രമിക്കാനോ ആരെങ്കിലും ഒരുക്കി കൂട്ടി ഉണ്ടാക്കുന്ന സംഭവമാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഏതായിരുന്നാലും ജന്മഭൂമി ചെയ്തതാണ് ആ ഒരു കാര്യം. അത് ചന്ദ്രികന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്കേ അല്ല. ഇതാണ് TNA ഖാദർ സാഹിബ്. അദ്ദേഹം വ്യക്തമായിട്ട് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉത്തരവാദിത്ത ബോധത്തോടെ
അത് ഒരു ലീഗിന്റെ നേതാവാണ് അദ്ദേഹം, പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം. അങ്ങനെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്കതിൽ സംശയമില്ല. ഇനി ഈ വിഷയത്തിൽ ഷെരീഫ് സാഗർ ജേർണലിസ്റ്റ് ആണ്, മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: സഖാക്കൾ, അടിയന്തരമായി നിങ്ങളുടെ ബുദ്ധിജീവി PM മനോജിന് ഒരു കണ്ണട വാങ്ങി നൽകണം. ഇന്ന് പ്രസ് ജീവനക്കാരുടെ സാങ്കേതിക പിഴവ് മൂലം ജന്മഭൂമിയുടെ കണ്ണൂർ എഡിഷനിലെ എഡിറ്റോറിയൽ പേജ് ചന്ദ്രികയുടേതായി. സാങ്കേതിക പിഴവ് അംഗീകരിക്കുന്ന ടിയാൻ ആ പേജിൽ സംഘപരിവാറിനെതിരെ ഒന്നും കാണാത്തതിൽ അത്ഭുത പരതന്ത്രനായിരിക്കുകയാണ്. ഡോക്ടർ MK മുനീറിന്റെ വന്ദേ മാതരവും സംഘപരിവാറും എന്ന ലേഖന പരമ്പരയുടെ 3-ാം ഭാഗമാണ് ആ പേജിലെ പ്രധാന ലേഖനം. കൃത്യമായ സംഘപരിവാർ വിരുദ്ധ ലേഖനം. എന്നാൽ ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലാണ് ജന്മഭൂമിയിൽ അബദ്ധത്തിൽ വന്നിരുന്നതെങ്കിലോ എഡിറ്റോറിയൽ പോളിസി BJPക്ക് പരിപൂർണമായി ഏറ്റെടുക്കാവുന്ന ഒന്നാണ് എന്നർത്ഥം. എന്നിട്ട് ബ്രാക്കറ്റില് ഇത് മനോജിന്റെ വരി മറിച്ചിട്ടതാണ് കേട്ടോ. അത്ഭുതം തന്നെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ദേശാഭിമാനിന്റെ എഡിറ്റോറിയൽ പേജും കൊടുത്തിട്ടുണ്ട്, ചന്ദ്രികന്റെ എഡിറ്റോറിയൽ പേജും കൊടുത്തിട്ടുണ്ട്. ഇത്രയും വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്കറിയാം, പത്രമാധ്യമങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഒരബദ്ധം, അതും ചന്ദ്രികക്ക് പറ്റിയതല്ല, ജന്മഭൂമിക്ക് പറ്റിയ അബദ്ധം, ജന്മഭൂമിക്ക് ആ ഒരു പ്ലേറ്റ് കൊണ്ടുകൊടുത്ത ആ സ്വകാര്യ സ്ഥാപനത്തിന് പറ്റിയ അബദ്ധം, അത് ലീഗിന്റെ ചന്ദ്രികന്റെ മേലേക്ക് ചാർത്തിയിട്ട് ലീഗിനെയും ചന്ദ്രികനെയും ഒക്കെ സംഘപരിവാർ അനുകൂലികളാക്കി മാറ്റാനുള്ള CPMന്റെ PM മനോജിന്റെ ഒക്കെ കുൽസിത ശ്രമം, അതേപോലെ തന്നെ നമ്മളെ KT ജലീൽ ഖാന്റെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള അബദ്ധമാണെന്ന് അറിയാം മൂപ്പർക്ക്. എന്നിട്ടും മൂപ്പർ എന്താ ചെയ്യണത്? ഇത് കോലീബി സഖ്യം അങ്ങനെയൊക്കെ പറയാനായിട്ട് ഉണ്ടാക്കുകയാണ്. അതൊന്നും ഇനി നടക്കൂല ജലീൽ ഖാ, നിങ്ങളെ പറയണമെന്നും ആരും വിശ്വസിക്കുന്നില്ല. പിന്നെ എൻ്റെ നാട്ടിലുള്ള സഖാവിനോട്, അത് ഈ പോസ്റ്റ് ഇട്ട സഖാവിനോട്, അതേപോലെ തന്നെ ഷജറ എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആളുകളെ പേര് പറയുന്നില്ല, നമ്മൾ വ്യക്തിപരമായിട്ട് ആരെയും അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾ ചെയ്തോളി, ലീഗിനെ നിങ്ങൾ ആക്രമിച്ചോളി, ചന്ദ്രികനെ നിങ്ങൾ ആക്രമിച്ചോളി, ഒരു കുഴപ്പമില്ല. പക്ഷെ സത്യമായിരിക്കണം, വാസ്തവമായിരിക്കണം. അബദ്ധം പറ്റിയത് ആർക്കാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പറയാം. അത് ചന്ദ്രികക്കല്ല അബദ്ധം പറ്റിയിട്ടുള്ളത്, ജന്മഭൂമിക്ക് അവരെ എഡിറ്റോറിയൽ പേജിൽ അവർ കൊണ്ടുപോയിട്ട് ചന്ദ്രികന്റെ ഈ ഒരു എഡിറ്റോറിയൽ ഇട്ടതാണ്. അത് ജന്മഭൂമിക്ക് പറ്റിയ അബദ്ധമാണ്. പക്ഷെ ജന്മഭൂമിക്ക് ആ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിലും ആ എഡിറ്റോറിയലിൽ വളരെ മനോഹരമായിട്ട് സംഘപരിവാറിനെതിരെ ഈ ഡോക്ടർ MK മുനീർ എഴുതിയ ആ ഒരു കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട്, വ്യക്തമായിട്ടുണ്ട്. അതിനി വായിക്കുന്ന ഏതെങ്കിലും സംഘപരിവാർ അനുകൂലികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്പം മതേതരത്വം അവരിലേക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഇത്തരം കള്ളത്തരങ്ങളൊക്കെ പടച്ചു വിടുമ്പോൾ CPMകാരാ, അതേപോലെ തന്നെ മനോജ്, KT ജലീല്, നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലൊന്നും ലീഗിനെ നിങ്ങൾക്ക് RSSന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടാൻ പറ്റൂല. നിങ്ങൾ ഓൾറെഡി RSSന്റെ ആലയിലാണുള്ളത്. നിങ്ങൾ ആ ആലയിൽ തന്നെ നിൽക്കുക, അവിടെ തന്നെ പൊഴുത്തു നാറുക. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഏതായാലും മറ്റൊരു വീഡിയോയിൽ ഇതേപോലെ കള്ളങ്ങൾ പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും. അതുവരെ നന്ദി.